എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ഈ റാഗിങ്ങിൻ്റെ ഒരു തീവ്രത, രൂക്ഷത നമുക്കറിയാം. പിള്ളേർ റാഗിങ്ങിൻ്റെ മെൻറ്റാലിറ്റി പിള്ളേർക്കങ്ങ് കൂടുതലാണ്. കൂടാതെ ഈ ലഹരി സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യതയും വളരെ വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ ലഹരി ഇങ്ങനെ എന്തെങ്കിലും റാഗിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമ സംഭവം നടന്നാൽ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ശരിക്കും മുൻപന്തിയിലുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മകനോ ബന്ധുക്കളോ ഇതിനകത്ത് എങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ഭയങ്കര നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ 1-2 സിദ്ധാർത്ഥൻ്റെ മരണം കഴിഞ്ഞിട്ട് നമുക്കറിയാം എത്രയോ റാഗിങ് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂക്ഷത പരിഗണിച്ച് നമ്മുടെ ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റാഗിങ് തടയാനായിട്ട് സർക്കാർ എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിച്ചിരിക്കുന്നതെന്ന് കോടതിയോട് വിശദീകരിക്കാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. നമുക്കറിയാം, ഈ റാഗിങ്ങിൻ്റെ രൂക്ഷത അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഈ അവസരത്തിലും സർക്കാർ എന്ത് നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. വെറും ഉദാസീനത നയമാണ് സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുംഭകർണ സേവ എന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ് ഇന്ന് വരയ്ക്കുന്നത്. നമുക്ക് ഈ കാർട്ടൂണിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. കുംഭകർണ സേവയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇയാൾ മൈക്ക് വെച്ച് ചെവിയിൽ വിളിച്ചു പറയുകയാണ് പിന്നെ റാഗിങ്ങെന്ന്. പക്ഷേ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല, സുഖനിദ്രയിലാണ്. നമുക്കിതിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കടക്കാം. നമുക്ക് കാർട്ടൂണിലോട്ട് കടക്കാം. നമ്മുടെ സുഷുപ്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഇരട്ടച്ചങ്കനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും അദ്ദേഹത്തിനൊരു കുലുക്കോ
അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം.